കോവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിൽ നഗരസഭ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രം വൈകിട്ട് 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ്. അനാവശ്യമായി പുറത്തിറങ്ങുകയോ കൂട്ടം കൂടുകയോ ചെയ്യുന്നത് കണ്ടാൽ തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കും. ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. എനിക്കറിയാം. ഇതിലും വലിയ വേട്ടകൾക്കായി കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിലേക്ക്. So like, comment and subscribe Comments Pro. നമുക്ക് പുതിയൊരു ഫോൺ മേടിച്ചാലോ? അങ്ങനെയാണെ പുറംകടൽ എപ്പിസോഡ് പൊളിക്കാറുന്നു. പിന്നെ കാശുണ്ടെങ്കിൽ വേണം ഇക്കൊരെണ്ണം മേടിക്കാൻ. ഈ അവസ്ഥയിൽ ഫോൺ വാങ്ങല് നടക്കൂല. PewDiePie എന്നൊരു വ്ളോഗർ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ 110 മില്യണാ. അത്രയൊന്നും ഇല്ലെങ്കിലും 1 മില്യണെങ്കിലും വട്ടച്ചെലവിന് അത് മതി. നല്ല കണിയാണല്ലോ. ബമ്പറടിച്ചല്ലോ. ഇവരങ്ങനെയൊന്നും വീഴില്ല. പക്ഷെ ഇന്ന് ആദ്യത്തെ ഘട്ടക്കന്റെ കേറി അടിച്ചു. നിനക്കുള്ള സ്പെഷ്യലാ. ഇന്ന് വലിയ കാലത്തിൽ അരിയിടാ. അത് പിന്നെ എപ്പോഴങ്ങനെ ആണല്ലോ. എടാ കണ്ണാ, ഇതിനുണ്ടല്ല ഇങ്ങനെ വരാന്ന് പറയും. പിന്നെ ഉണ്ടല്ല കുറച്ച് മുളകൊടി ഇട്ട് വാളംപുളിയും പിഴിഞ്ഞ് കുറച്ച് പച്ചക്കുരുമുളക് പൊടിച്ചത് ഇങ്ങനെ വാരി വിതറി കഴിഞ്ഞാലുണ്ടല്ല എന്റെ മോനെ പൊളിക്കും. ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇത് മതി നമ്മുടെ വീഡിയോ മില്യൺസ് അടിക്കാൻ. ഈ പുറംകടലിൽ പോണ വീഡിയോയുടെ കാര്യമൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. നടക്കൂലേ? ചേട്ടനില്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ പരിപാടിക്ക് നിൽക്കൂല. എടാ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അവളോട് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എടാ അതൊക്കെ സമാധാനമുള്ള കാര്യല്ലേ? സമയമുണ്ടല്ലോ. ഒരു സമാധാനം ഇല്ല. അടുത്ത ആഴ്ചത്തെ മൂടി വെട്ടിക്ക് പോകണം. എടാ വൈകുന്നേരം പാർട്ടി ഓഫീസിൽ ചെറിയ മീറ്റിംഗ്. നീ വരണം. ഞാൻ വന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. അത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ വെറുതെ മനുഷ്യരെ വെറുപ്പിക്കണ്ടല്ലോ. നിന്നെനിക്കറിയാലോ. നീ കടറങ്ങുന്നില്ലേ? തുറക്കണം. തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ കൊറോണ കാരണം ആൾക്കാർ പേടിച്ചിട്ട് ഒറ്റ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കിട്ടുന്നതായിക്കോട്ടറാ. ഈ കുന്ത എവിടം കൊണ്ട് തീരുന്നു ഒരു പിടിയില്ല. നീ വാ. പറഞ്ഞ് സെറ്റ് ചെയ്യട്ടാ. എല്ലാരും ഉണ്ടാവണം, കൊഴുപ്പിക്കണം. നല്ല പറഞ്ഞില്ലേ എന്നെ സുൽഫിനെ വിളിച്ചോണ്ട് പോ. എന്നമ്മേ എടി ഇത് നോക്കിയടി. സുൽഫിക്ക വന്നോ? ആ താഴെ. അരി കഴുക. ആ സിനിമ എന്നെയും കൂടി കാണിക്കോ? സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ടല്ലോ. സമയമില്ല കേട്ടോ. ഓ അതറിഞ്ഞു ഒന്ന് വിട്ടിച്ച്. അതിനിപ്പോ എനിക്ക് സമയമില്ല കേട്ടോ. എന്നാ പിന്നെ വൈകിട്ടത്തേക്ക് മതി. ആ മതി.
എരുവിനൊക്കെ പിടിക്കാനേ അതാ നല്ലത്. ഈ പരസ്യം വരുമ്പോ മാത്രം എന്താ ഭയങ്കര തുള്ളിക്കളി? എനിക്ക് മാത്രമല്ലല്ലോ. വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് ലോക്ക്ഡൌൺ നീളുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്കെതിരെ ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. വ്യാപക പരാതികളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ആളുകൾ പങ്കുവെക്കുന്നത്. പ്രഭാത സവാരിക്കിറങ്ങിയവരെ പോലീസ് ഓടിക്കുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു. പോലീസ് വ്യാപാരിയെ അധിക്ഷേപിച്ച പരാതിയിൽ കേസ് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ജീവിക്കാൻ പറ്റണില്ല. വ്യവസായി സംഘടനകളുടെ അതിനിടയ്ക്ക് കളക്ടറേറ്റിനു മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. എടി മിന്നമ്മേ, തോറ്റു. ഇവിടെ ഉള്ള സോപ്പ് തീർത്തടി. ഒരു ദിവസം സോപ്പില്ലാണ്ട് കുളിച്ചാ മതി, ഒരു കുഴപ്പമില്ല. ഒന്ന് തന്നേടി. എന്താ ഇങ്ങനെ തുറന്ന് മലത്തിട്ടാണോ കുളിക്കുന്നത്? കേട്. അതിനിവിടെ വേറെ ആരും നാട്ടുകാരൊന്നും ഇല്ലല്ലോ. പൂച്ച പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ. പാടി ഒരുമിച്ച് വിളിക്കാടി. എന്റെ അമ്മേ, എന്നെ ഏറാടി കയറിയാണ്. തലേ ദിവസത്തെ മീൻചാറും ചൂട് പുട്ടും. ഈ പുട്ടുണ്ടല്ലോ സ്നേഹിച്ച് സ്നേഹിച്ച് കഴിക്കണം. ഇരുന്ന് കഥ പറയാണ്ട് കഴിക്കുന്നു. ചുമ്മാ നോക്കിയൊന്നും കൊതിയില്ലാതെ പോവണേ. പിന്നെ കൊതി ഇങ്ങനെ തിന്നണ്ട ആരാ നോക്കിയിരിക്കാത്ത. കല്യാണ പിറ്റേന്ന് നീലാമ്മ പറഞ്ഞു എൻ്റെ മരുമോൻ്റെ കഴുപ്പിനൊരു ചന്തമൊക്കെ ഉണ്ടെന്ന്. നീലാമ്മ മാത്രമല്ല, എനിക്ക് കുറേ ഫാൻസ് ഉണ്ട്. അതിലെ അവന്മാരെന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചേക്കണേ. എന്തിൻ്റെ ഷൂട്ടിങ്? ആ പല്ല് വെച്ചിട്ടില്ല. എന്തിൻ്റെ ഷൂട്ടിങ്ങാ? എടി നമ്മുടെ കണ്ണനല്ലേ, അവൻ്റെ ഒരു പരിപാടിയാണ്. അവൻ്റെ അടുത്ത വീഡിയോ പുറംകടലിൽ വെച്ചാൽ സുൽഫിയൊക്കെ ഉണ്ട്. മീൻപിടുത്തവും കറിവെപ്പും കഴിക്കലും 10 ദിവസം പൊളിക്കും. ഒന്ന് ആസ്വദിച്ച് കഴിച്ചാൽ 1-2 മില്യൺ അടിക്കാമെന്ന് അവൻ പറയണം. നല്ല രസമായിരിക്കും. ഇവിടെ ഒരു 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ ഇനി പോയാൽ പോരെ, എന്നോട് ചോദിക്കണം എന്തിനാ? എടി ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, അതിന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തേലും ചെയ്യും. നീ എന്തിനാ ദേഷ്യം പറഞ്ഞേ? എൻ്റെ അമ്മ അച്ഛനും പോയാൽ പിന്നെ ഞാൻ ഉണ്ടതും ഉറങ്ങിയതൊക്കെ അവന്മാരുടെ കൂടെ. അവന്മാരൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് അവന്മാരല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ ആരാടോ? നിന്നെ ഞാൻ കെട്ടിയ കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്
കണ്ണാളെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണിരിലാണ് എന്റെ ഒരു കാര്യം. രണ്ടുപേരും നല്ല മൂഡിലാണല്ലോ. ഇന്നെന്താ വല്ല വിശേഷം ഉണ്ടോ? നിങ്ങളല്ലേ വിശേഷം പറഞ്ഞേ? അല്ലേടി നീലാമേ? പിന്നല്ലാതെ. ആ ഇതുണ്ടോ? ഇത് ഇച്ചിരി മുന്നേ മേടിച്ചതിന്റെ ബാക്കി ഇരുന്നതാ. ആ ഞാൻ രാവിലെ കുറച്ച് പോർക്ക് വാങ്ങി. ദേ ഇത് കൊണ്ടുവന്നപ്പോ നിന്റെ അമ്മായിമ്മയ്ക്ക് ലോകത്തെങ്ങുമില്ലാത്തൊരു തലവേദന. പിന്നെ ഞാൻ തന്നെ അങ്ങ് തട്ടേ കയറി. കൂടെ 2-3 ചെറുതും. 2-3 ചെറുത് കയറ്റിയ പിന്നെ ഇങ്ങനെ എന്നെ അടുക്കള കയറ്റത്തില്ല നിനക്കറിയാലോ. എന്നിട്ട് വലിയ വർത്താനം പറയാൻ നിൽക്കുവോ? അവളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ ഇതൊക്കെ കാണാനാ? വരാത്തത് നന്നായി. ആ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ വീട് മറച്ചു വെച്ചേനെ. കാന്താരി രാവിലെ ഒരു അംഗം കഴിഞ്ഞിട്ടാ ഞാൻ വന്നെ. ഇതാ വന്നോടാ. വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങിയാലോന്നേ ഞാൻ ആലോചിക്കായിരുന്നു. വായോന്നേ നല്ല കപ്പയും പുളിയിട്ട് വെച്ച തെരണ്ടിക്കറി ഉണ്ട്. മോനിരിക്കും. അമ്മ കുറച്ച് ചോറ് എടുക്കും. അമ്മ ചോറെടുക്കണ്ട, ഞാൻ കഴിച്ചിട്ട് വന്നാ. ഉച്ചത്തേക്കുള്ള അവള് പൊഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കുറച്ച് പോർക്കെടുത്താലോ? ഊണിന്റെ കൂടെ രസാവും. അത് കുറച്ച് കൂടുതലെടുത്തു. കൈ പൊള്ളല്ലേ? ഇനി അങ്ങോട്ടൊന്ന് പോയാ ശരിയാവില്ല സീരേട്ടാ. പോട്ടടാ, കാലഘട്ടം അങ്ങനെയല്ലേ. എടാ എല്ലാരും പ്രശ്നത്തിൽ തന്നെ ഉള്ളത്. ഓ ഈ കൊറോണ ഒന്ന് പോയി കിട്ടിയാ മതി. ആ ഇത് മിന്നുന്റെ. അതെനിക്ക് അറിയാവുന്നതല്ലേ മോനെ. ഇത് ബാബു, ഇവിടെ അടുത്തുള്ളതാ. മിന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊറേ കാലം പുറത്തായിരുന്നു, ഇനിയിപ്പം പോണില്ലാന്ന്. അച്ഛൻ ഞാനേ കട തുറക്കട്ടെ, വൈകി ബാബുട്ടെ കാണാം. ഒരു മിനിറ്റേ. വൈകിട്ടേക്ക് ഒരു കുപ്പി കിട്ടും നോക്കാമോ? കട തുറക്കാനുള്ളതാ. അവൻ പോട്ടെ. നീ അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാൻ വേറെ ആർക്കും വാങ്ങിച്ചു കൊടുക്കാനാ. നീ പോയടി, എന്റെ ചേർക്കനല്ലേ? പിന്നല്ല, ഒരു ആൺകൊച്ച് വേണമെന്ന് എപ്പോഴും പറയണതാ ഞാൻ ഇവളോട്. ഇവൻ വന്നേ പിന്നെ അതിനൊരു തീർപ്പായി അല്ലേടി? അതേതായാലും നന്നായി. അതെ പിന്നെ എനിക്ക് മനസ്സമാധാനമുണ്ട്. അവിടെ ഒരു കുശുമ്പ് കണ്ടോ? വാ നമ്മക്ക് 2 അടിക്കാം. വാ എന്തിനാടാ ഈ പണിക്ക് പോണേ? സാറേ അമ്മച്ചിയാണെങ്കിൽ പുറത്തിറങ്ങൂല. നിക്ക് ഇതെന്തിനാ? ഇത് വെച്ചോ, പോലീസ് ഇപ്പൊ വരും. ഒന്ന് മാറിയിട്ടാ, ആളെ തട്ടിട്ട് കൊല്ലോ. ഇത് തീരണില്ല. പാർട്ടി സമ്മേളനം 25-ാം തീയതി. അപ്പൊ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ബസ് അടിച്ചല്ലോ. പോരെ.
എന്നിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. കേറ് കേറാ. പണ്ട് സ്കൂളിൽ വെച്ചേ ഇവനെ ഞാൻ കോമ്പസ് കൊണ്ട് കുത്തിണ്ട്. അതിന്റെ ആണല്ലേ? എടാ ഇത് മനോജ്. ഏത് മനോജ്? നമ്മുടെ കുന്നത്തെ മനോജ്. ആ പണി തുടങ്ങി. ആളെ മനസ്സിലായി. സാറ് ചെല്ലി സാറേ. ഇനിയിപ്പോൾ അവനെ പൊക്കണ്ടേ? ലോക്കലല്ലേ, പൊക്കാം. നീ കയറ്. നഗരസഭ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രം വൈകിട്ട് 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. നിക്ക് ഞാനേ ഇതൊന്ന് ഇട്ടോട്ടെ. എന്തോന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ജീവിക്കാൻ പറ്റും? എങ്ങനെ? നീ പിന്നെ എന്താ വിളിച്ചു പോയിക്കൊണ്ട് കിടക്കുന്നത്? ഭയമല്ല, ജാഗ്രതയാണ്, ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നൊക്കെ. അത് എന്റെ പണി. വൈകുന്നേരം ആകുമ്പോ 500 ചാപ്പാട് എനിക്ക് കിട്ടണ്ടേ? അത് നീ വെച്ചല്ലോ. സ്റ്റാൻഡിലുള്ള സകലമാന ഡ്രൈവർമാരെയും വീട്ടിലിരുത്തിയിട്ട് നിനക്ക് മാത്രം കാശുണ്ട്. എന്റെ പൊന്നോ, ഞാനൊന്ന് ജീവിച്ചു പൊക്കോട്ടെ. നീ ഒരു പാക്കറ്റ് പപ്പടം എടുത്തേ. പപ്പടമില്ലേ? എടാ നിനക്കെന്തിനാ ഇപ്പൊ കാലത്തിന് പപ്പടം? അളിയനും ഭാര്യയും വരണ്ടേ? ഏത് ആഫ്രിക്കയിലെ അളിയനാ? ആ അവൻ തന്നെ. അവിടെ ഭയങ്കര വ്യാപനാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാ പിന്നെ നീ ഇതൊരു പാക്കറ്റ് കൊണ്ടോക്കോ. പപ്പടത്തെക്കാളും ബെസ്റ്റാടാ. പൊട്ടിച്ച് നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് വിതറിയിടുക. എന്നിട്ട് ഒന്ന് വാടി വരുമ്പോൾ കോരി എടുത്തിട്ട് കുറച്ച് മുളക് പൊടി അങ്ങോട്ട് തൊഴി കൊടുക്കുക. പൊളിക്കൂടാ. കൈലാസ, കുടുംബശ്രീ പോയ പിന്നെ എൻ്റെ പെണ്ണുമ്പിള്ളയുടെ കൈക്ക് നല്ല പവർ കൂടിയിട്ടാ. പപ്പടം ഇല്ലെങ്കിൽ ഇല്ലാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അതൊക്കെ പോട്ടെ, മൈദ ഉണ്ടാ? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തോരാ ഉണ്ട്? 1 കിലോ. അതുല്ലേ ഉണ്ടായിരുന്നാ, പക്ഷേ ഇത് എലി കരണ്ടു. അതൊന്നും വിഷയമില്ല. അളിയന് ബിരിയാണിക്ക് ദമ്മൊട്ടിക്കാനേ ഇതൊക്കെ ധാരാളം. ഡാ എന്ത് മെനക്കെടാ ഈ കാണിക്കണേ? കൊറോണ വന്നിട്ട് മാത്രല്ലട്ടാ, എലിപ്പനി വന്നാൽ ആൾക്കാർ ചാവും. അളിയനല്ലേ അനുഭവിക്കട്ടെ. കോവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിൽ നഗരസഭ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അവശ്യ സാധനങ്ങൾ. ഹലോ, ആ ഇക്ക എന്തായി? ലോഡ് വന്നോ? ന്യൂസൊക്കെ ഞാനും കണ്ടു. ഇക്ക ഇവിടെ കടയിൽ ആള് വന്ന് ചോദിക്കുന്ന ഒരു സാധനം പോലും ഇല്ല. വന്നാൽ എന്നെ ഒന്ന് വിളിക്കുവോ? മറക്കരുത് കേട്ടോ, അത്യാവശ്യ. ആ ശരി ശരി. എൻ്റെ ദൈവമേ, ഇന്ന് ആരെയാണോ കണി കണ്ടത്? കണ്ണൻ. ഹലോ. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി തെരണ്ടി കറി വെക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു 75 കിലോ ഉള്ള ഒരു തെരണ്ടിയാണ്. അപ്പൊ തന്നെ നല്ല അടിപൊളിയായിട്ട് കറി വെച്ച് നമുക്ക് എടുക്കാം. അപ്പൊ ഇതിന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കറി വെക്കാം. ഒരു കിലോ. ആ പഞ്ചസാര 2 കിലോ. പഞ്ചസാര 2 കിലോ. ആ ഒരു 250 ചായപ്പൊടി. ചായപ്പൊടി. ആ
അത് അന്നപൂർണ കഴിഞ്ഞല്ലോ. വേണ്ട, വേണ്ട, ശരി. വേറെ ആ എന്തായിരുന്നു അത് മാജിദ? ഇത്തവണ നോക്കാൻ ഒന്നുമില്ല, നിന്റെ മുഖത്തുണ്ട് വിശേഷം. ഞാൻ വിളിക്കാട്ടോ. ശരി. ഞാൻ നിന്നെ ഇന്ന് എത്ര തവണ വിളിച്ചു? എത്ര തവണ വിളിച്ചു? അത് ശരി, നീ ഒന്നും കണ്ടില്ലേ? 3 തവണ. 3 തവണ വിളിച്ചില്ലേ? എന്നിട്ടെന്താ നീ ഫോൺ എടുക്കാത്ത? ഇല്ല, എടുത്തില്ല. എടുക്കാൻ മനസ്സില്ലായിരുന്നു. അതെ, എൻ്റെ മനസ്സ് രാവിലെ കെട്ടിയോൻ പോയപ്പോ കൊണ്ടുപോയതാ. ഇനി അയാൾ തിരിച്ചു വന്നാലേ എനിക്കത് കിട്ടും. ഭാര്യ നല്ല മൂഡിലാണല്ലോ. ആണോ? അങ്ങനെ തോന്നിയോ? ഭർത്താവിന് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് ഇന്ന് 7 മണിക്ക് കുട്ടിയും പറിച്ചും ഇങ്ങോട്ട് പോരാ നിൽക്കണ്ട, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി. ശരി, വരുന്നില്ല. ഭാര്യമാരായ ഇങ്ങനെ വേണം. 7 അല്ല 8 മണി കഴിഞ്ഞേ ഞാൻ വരുന്നുള്ളൂ. എന്തേ, സന്തോഷായോ? അങ്ങനെ ആയാ തനിക്ക് കൊള്ളാം. ആയിക്കോട്ടെ, എന്നാ ശരി. എടാ കയ്യിലേ 1-2 സാധനം വേണമെന്നല്ലടാ. അവക്ക് അടച്ചു പോയല്ലോ. കുഴപ്പമില്ല, ഞാൻ തുറക്കാം. വേണ്ട, ഞാൻ നാളെ വന്ന് വാങ്ങിക്കോളാം. മതിയാ? അത് മതി, നാളെ വരാം. ശരി. ബാവുക്ക, ഞാനാക്കണോ? ഞാൻ നടന്നോണ്ട്.
നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ വൈകി വന്നാ മതിന്ന്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ താഴെ വീണത്. രാവിലെ തൊട്ട് തുടങ്ങണ പണിയാണ്. ചായ ഇട്ടാ പറയും കാപ്പി മതിയെന്ന്, കാപ്പി ഇട്ടാ പറയും പുട്ട് മതിയെന്ന്, പുട്ടുണ്ടാക്കിയാ പറയും ദോശ മതിയെന്ന്, ദോശ ഉണ്ടാക്കിയാ പറയും ഇഡ്ഡലി മതിയെന്ന്. എന്നിട്ട് കുറച്ചൊന്ന് വൈകി വരാൻ പറഞ്ഞാൽ അന്ന് നേരത്തെ പറയുകയും ചെയ്യും. ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി കുടിച്ചായിരുന്നു. ആ, കഞ്ഞി കുടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ വയറുവേദന ഇത്തിരി കുറഞ്ഞിട്ടുണ്ടോ? ഗുളിക അമ്പടി കള്ളി, ആ ഗുളിക വെച്ചെടുത്ത് തന്നെ ഇരിപ്പുണ്ട്. കഴിച്ചില്ലല്ലേ? നിനക്കിത് എന്താ പറ്റിയ? കൈലാസേട്ടൻ എന്താ എന്നോട് ദേഷ്യമില്ലാത്ത? എന്നാര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. പറ, എന്താ ദേഷ്യമില്ലാത്ത? എനിക്ക് ദേഷ്യം ഉണ്ടെന്ന്. നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. നീ ആ കോരിങ്ങെടുത്തെ ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ആദ്യം എന്നോടെന്താ ദേഷ്യമില്ലാത്തെന്ന് പറ. എടി, എനിക്ക് ദേഷ്യം ഉണ്ട് എന്ന്. നിങ്ങൾക്ക് ദേഷ്യപ്പെടാനൊന്നും അറിയില്ല. നീ ആ കോരിങ്ങെടുത്തെ. ഇത് പറഞ്ഞാ കോരി തരാം. നീ ആ കോരിങ്ങെടുത്തേടി. ആദ്യം ഇത് പറ. നീ എന്താ വിചാരിച്ച ഞാനൊരു ഉണ്ണാക്കനാണെന്നാ? 250 ഗ്രാം 250 ഗ്രാം മഞ്ഞപ്പൊടിയുടെ 1 കിലോ വെളിച്ചെണ്ണയുടെ വില എന്താണെന്ന് നിനക്കറിയോ? അറിയോ? നിനക്കറിയില്ല. കാരണം നിന്റെ ഭർത്താവിന് പലചരക്കട ഉള്ളതുകൊണ്ട് നിനക്കത് അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിക്കാലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇമാരി വേഷം കെട്ടി ഇനി മേല. കെട്ടിയ പെണ്ണാണ് ഭാര്യയാണ് അതൊന്നും ഞാൻ നോക്കൂല. എനിക്ക് ആ സെന്റിമെന്റ്സ് നോക്കാൻ പറ്റില്ല. ഇത് ഞാൻ ലാസ്റ്റായിട്ട് പറയണ കേട്ടാ. കോരിയെടുക്കടി. പത്തുവയിലെ കൈലാസ് ചന്ദ്രന്റെ ആക്ടിങ് എപ്പടി? ആക്ടിങ് സൂപ്പർ. പക്ഷെ മേക്കപ്പ് ഇപ്പൊ ശരിയായില്ലേ? എന്താണ് വെളിച്ചെണ്ണ ഉണ്ട്? എന്താണ് ഇനിയുള്ള അഭിനയം കാണാനേ ഒരാളൂടെ വരുന്നുണ്ട്. സൂക്ഷിച്ച്. ആ പറ. എന്തായി? വല്ലതും അറിഞ്ഞായിരുന്നോ? ഞാൻ നീന്തിക്കടന്ന കണ്ണീർ ചാലുകളുടെ കഥ, ഞാൻ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. നീ തുണി തോരാനിടാൻ പോയപ്പോൾ മഴ നനഞ്ഞു. വീട്ടിൽ കറണ്ടില്ല. എമർജൻസി ലാമ്പ് തപ്പിട്ട് കിട്ടിയില്ല. ഇപ്പം മെഴുകുതിരി വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്. ഇതല്ലേ ഭവതി പറഞ്ഞു വരുന്നത്? ആ, അങ്ങനെയും പറയാം. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. തെരണ്ടി അവിടെ അട്ടം നോക്കി കിടക്കണേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്ന് 7 മണിയാകുമ്പോഴേക്കും വരാൻ നിൽക്കണ്ട, കുറച്ച് വൈകി വന്നാൽ മതി. നീ തെരണ്ടി നന്നായിക്കോടി. ഞാൻ അവിടെ വന്ന് അതിനൊരു അന്ത്യകുദാശം ചൊല്ലി നിനക്കൊരു കാതൽപ്പാട്ടും പാടിത്തരാം. വേണോന്നില്ല. പാട്ടും പാടി കാതലിക്കാൻ നിന്നാലേ തെരണ്ടി അവിടെ ചട്ടി തന്നെ കിടക്കും. നിന്നോടുള്ള കാതൽ പാടിയാലും തീരില്ലടി. അതിങ്ങനെ കടൽ പോലെ കിടക്കുക. അടുക്കള ചൂടിൽ വേർത്ത് നിൽക്കണ നിന്റെ മുഖത്ത് എന്നോടുള്ള സ്നേഹവും പരിഭവവും പ്രതീക്ഷയും ഇതൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പോണത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാടി. അമ്പടാ, ഇത്രയൊക്കെ കയ്യിലുണ്ടായിരുന്നോ? പിന്നെ വാഴ നനയുമ്പോ ചേന നനയണ്ട മോളെ. ആ, എന്നാ പിടിച്ചോ.
വെളുത്തുള്ളിയും കൊല്ലമുളകും തേങ്ങയും മല്ലിയും വറുത്തരച്ച മസാല ചെറു തീ കിടന്ന് തെരണ്ടിയിലേക്ക് വെന്തിറങ്ങുമ്പോ ലേശം പച്ച വെളിച്ചെണ്ണ തൂകി അതിൽ കടുക് വറുത്ത് കറിവേപ്പില ചേർത്ത് അടച്ചു വെക്കണം. എന്നിട്ടത് തുറക്കുമ്പോ എൻ്റെ സാറേ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. വേണ്ട വേണ്ട, 7:30 ആവുമ്പോ ഇറങ്ങിയാ മതി. അപ്പോഴത്തേക്കും കുത്തരി ചോറും തെരണ്ടി മസാലയും കോവയ്ക്ക ഉപ്പും മുളകും ഇട്ട് വറുത്തതും പിന്നെ നാളികേരപ്പാൽ ഒഴിച്ച് വറ്റിച്ച പച്ചമാങ്ങ കറിയും ടേബിളിൽ റെഡി. ഓക്കേ? എൻ്റെ മോളെ, ഇങ്ങനെയൊക്കെ പറയണ കേട്ടിട്ട് എങ്ങനെയാണ് ഈ 7:30 വരെ ഇവിടെ കുത്തിയിരിക്കുക? ശരി ശരി, വേഗം ആയിക്കോട്ടെ കേട്ടോ. ഓക്കേ ട്ടോ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ. ബാബുക്ക, എന്താ വേണ്ടേ? 1/2 കിലോ വെളിച്ചെണ്ണ. വേറെ എന്തെങ്കിലും വേണോ? മണി 7 കട അടക്കണില്ലേ? അടയ്ക്കണം ബാബുക്ക, കച്ചവടം കുറവല്ലേ. ആരെങ്കിലും വരുമോ നോക്കാം. 10 കൂടി ഇരിക്കാന്ന് വിചാരിച്ചു. അയ്യോ, ഇത് പോലീസ് വരുന്നുണ്ട്. അടച്ചില്ലടാ സാറേ. 7 മണി ഷട്ടർ ഇടണമെന്ന് എനിക്കറിയില്ലേ? അടച്ചുകൊണ്ടിരിക്കാനും സാറേ, അപ്പോഴത്തേക്കാണ് നിങ്ങൾ വന്നത്. അത് ശരി. അപ്പൊ ഞങ്ങൾ വന്ന് നിന്നെ ആനയിക്കണം ഈ കടയൊന്ന് അടപ്പിച്ച് കിട്ടാൻ. അല്ല സാറേ, കച്ചവടം കുറവായതുകൊണ്ട് ലാസ്റ്റ് വന്നപ്പോ ഒരാൾക്കും കൂടി കൊടുത്തിട്ട് അടയ്ക്കാന്ന് വിചാരിച്ച സാറേ. നീ കഥാപ്രസംഗമൊന്നും പറയണ്ട, എനിക്കറിയാം. ഇത് കണ്ട, ആകെ 10 പേരെ ഒപ്പിട്ടിട്ടുള്ളൂ. ആഹാ, ഇതെന്തൂടെ ഇത്? സാറേ വന്നവരോട് പറയാറുണ്ട്, പക്ഷെ എല്ലാവരും അത് ചെയ്യാറില്ല സാറേ. തന്റെ പേരെന്തു? ബാബുക്ക. ഇയാളാ മാസ്ക് ഏറ്റിട്ട്? ഇല്ല സാറേ, ഇവനും. ഇയാൾ വിട്ടെ. മാസ്ക് ഇടുന്നില്ല, കടയടയ്ക്കുന്നില്ല, എന്തു കട ഇത്? ഒന്നും പ്രോപ്പർ അല്ല. എവിടെ പൈക്കെടുത്ത് 10,000 രൂപ എഴുതി കൊടുക്കാം. സാറേ സാറേ ചതിക്കില്ല സാറേ. സാറേ 6 മണി കഴിഞ്ഞാൽ എന്തെങ്കിലും കച്ചവടം നടക്കാറ്. ഇപ്പോഴാണെങ്കിൽ അതുമില്ല. ഈ കടയുടെ വാടക കൊടുക്കാനുള്ളത് കൊണ്ടാ കട തുറക്കണ തന്നെ. ഇയാൾക്ക് നന്നായിട്ട് സംസാരിക്കാറിയല്ലോ. സാറേ സാറേ എന്തിനാ സാർ? ഞാൻ എഴുതും, 5,000 രൂപ എഴുതും. പൈസ സാറേ എന്തിനാ സാറേ? ഈ തവണത്തേക്കൊന്ന് ക്ഷമിക്കുക സാറേ, പ്ലീസ് സാറേ. ശരി, നീ പറ, എത്ര രൂപ? എൻ്റെ 10-15 ദിവസത്തെ പണിക്കാശാണ് സാറേ. ഇവനിപ്പോ കാര്യമല്ല സാറേ. എടേ ഇയാൾ പറ, എത്ര രൂപ എഴുതണം? പറ. 1000 രൂപ. 1000 രൂപ. ബാക്കി 4,000 രൂപ ഞാൻ ഇടണം. ഗതിയോട് കൊണ്ടാണ് സാറേ. എന്നാ ഗതികെട്ട ആൾ പോയി പൈസ എടുത്തിട്ടോ. ചെല്ലു. ഇയാളിങ്ങോട്ട് പോവാ. എന്റെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയൊന്നുമില്ല. ഇയാൾ പോയി വീട്ടിൽ പോയി. കറങ്ങി വെക്കരുത്, കൊണ്ടുപോയാൽ ഞാൻ രാവിലെ എടുത്തുള്ളൂ. വേണ്ട പിന്നെ എഴുതണ്ട.
നാളെ മുതൽ 7 മണിക്ക് കട അടച്ചോണം. ഇവനെ നോക്കി വെച്ചു. ഇനി മുതൽ 7 മണിക്ക് കട അടച്ചോളാമെന്ന് നീ ഒരു പേപ്പറിനകത്ത് 100 പ്രാവശ്യം എഴുതിയിട്ട് എന്നെ കാണിക്കണം. നാളെ ഞാൻ വരും. ഇല്ലെങ്കിൽ 25,000 രൂപ അടിച്ച് ഞാൻ തരും. എൻ്റെ മോഹൻ കയറി ആ പറ്റി. അച്ഛൻ പറയാറുള്ളത് ശരിയാ. ഈ പെണ്ണുങ്ങൾ പറയണ കേട്ട് തുള്ളാൻ നിന്നാലേ ഇങ്ങനെ ഇരിക്കും. 7:30 വരെ ഇരുന്നതിനുള്ള സമ്മാനം എനിക്ക് കിട്ടി. എൻ്റെ 1000 രൂപയും പോയി, മാനവും പോയി. അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് തുള്ളാൻ നിൽക്ക്. നിനക്കിപ്പോൾ സമാധാനമായില്ലേ? മാറിക്ക് അങ്ങോട്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നോട് പറയാനുള്ള എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് എല്ലാം അങ്ങോരോട് പറഞ്ഞു തീർക്കുക. ഇന്ന് ഭയങ്കര അഹങ്കാരമാണല്ലോ. ആണോ? ഇന്നേ അഹങ്കാരത്തിരി കൂടാം. കാരണം എന്താണെന്നറിയോ? ഞാനൊരു അച്ഛനാകാൻ പോവല്ലേ. പക്ഷേ എന്നെ ചീത്ത പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ പെണ്ണുങ്ങളെയും പറഞ്ഞ് എനിക്കിഷ്ടായില്ല. ആണോ? ഞാൻ കുറച്ചോറാണെന്ന് വിചാരിച്ചാ മതി. അതെന്താ
മധുരം കുറയാതെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഏട്ടനിറങ്ങിയോ? ഇല്ല, ഞാൻ ദേ അടച്ചോണ്ടിരിക്കണു. നിനക്ക് വല്ല എടുക്കാനുണ്ടോ? ഇല്ല, അതിനൊന്നുമല്ല. ഏട്ടനെപ്പോഴാ ഇറങ്ങണേ? ദേ ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം പറയടി? എന്നാ കുറച്ചേരം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമോ? ഹായ്, അത് കൊള്ളാം. സാധാരണ സ്നേഹമുള്ള കെട്ടിയോൾമാര് പറയാ അന്തിക്ക് മുമ്പ് വീട്ടിലെത്തണമെന്നാ. എന്നാ എനിക്കിന്ന് ഇച്ചിരി സ്നേഹം കുറവാ. അത് എനിക്കിവിടെ ഒരു കൂട്ടം പരിപാടി ഉണ്ട്. എന്റെ പൊന്നടാവേ, 7 മണിക്ക് മുമ്പ് ഈ പ്രസ്ഥാനം പൂട്ടി സീലടിച്ചില്ലേ പോലീസുകാര് വന്ന് എന്നെ പഞ്ഞിക്കാടും. ആഹാ, അങ്ങനെ ആരേലും വന്നു കഴിഞ്ഞാല് അവരോട് പറയും, എന്റെ സാറേ നമ്മടെ വീട്ടിലെ പെണ്ണും പിള്ളയ്ക്ക് ഒരു ഇഞ്ചമ്പുളി സ്വഭാവാന്ന്. ഈ നേരത്തെ അങ്ങോട്ട് ചെന്ന ആകെ അൽക്കുലത്തെ സീനാന്ന്. ഹായ്, ഗഡി തൃശ്ശൂരായല്ലോ. എടി, ദേ നമ്മുടെ മാർട്ടിൻ ചേട്ടനൊക്കെ കട അടച്ചു. ഞാനേ വേഗം കട അടയ്ക്കാൻ നോക്കട്ടെ. അല്ലേ തന്നെ സത്യത്തിൽ നിനക്കിത് എന്തിന്റെ സുഖടാ? അതൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ പറയൂല. വീട്ടിലേക്ക് വാ. എന്നാ പിന്നെ ഞാനിപ്പോ തന്നെ അങ്ങ് വരാം. അയ്യോ, ചതിക്കല്ല പൊന്നെ, ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞാൽ മതി. ശരി, എൻ്റെ ഭാര്യയുടെ ഒരു കാര്യം. ശരി ശരി. ആ ബാബുക്ക, ബാബുക്ക, നമ്മുടെ നിസാറിന് എന്താ പറ്റിയേ? അവൻ വണ്ടിയിൽ നിന്ന് ആശുപത്രിയിലാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും പറയണ്ട എന്റെ കയ്യില്. അവൻ ചങ്ങായം കൂടെ രാവിലെ കമ്പനി പോയപ്പോ പോലീസ് കണ്ടപാടെ അടി തുടങ്ങി. അവൻ പുറകിലല്ലായിരുന്നേ, നല്ല അടി കിട്ടിയെന്നാകട്ടെ. ഇവിടെ എങ്ങോട്ടൊക്കെ പൊട്ടിന്ന് പറയണ്ടായി. പോലീസ് എന്തിനു നല്ലേ? ഇവിടെ കൊറോണ അല്ലേ, ഡബിൾസ് പോകാൻ പാടില്ല. അതിനവര് പണിക്ക് പോയതല്ലേ? എടാ ബോംബെയിലെ പോലീസ് വല്ല മണിയും കിടി നോട്ടണ്ട. ബോംബെയിൽ മാത്രമല്ല ബാബുക്ക, പോലീസ് എവിടെയാണെങ്കിലും കണക്കാ. ഇന്ന് രാവിലെ ന്യൂസ് കണ്ടിട്ട് വന്നാ എന്തൊക്കെയാ കാണിക്കണേ? എടാ നമ്മള് പാവങ്ങളുടെ മെക്കിട്ട് കയറാനല്ലേ പോലീസിനെ അറിയൂ. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. മൈദ വന്നിട്ടില്ല കേട്ടോ. പഞ്ചസാര ഇല്ലേ? പഞ്ചസാര പഞ്ചസാര എടുത്തിട്ടുണ്ടല്ലോ. പണിയാവൂടാ. നിനക്കെന്താ പ്രത്യേകം വല്ല നിയമമുണ്ട്? ഇല്ല സാറേ, കട അടയ്ക്കാൻ പോകുന്നു. എത്ര മണിക്ക് അടയ്ക്കണമെന്നാ പറഞ്ഞേ? 7 മണി. എന്നിട്ടിപ്പോ സമയം എന്തായി? 7:15 സാറേ. കഴിവേറി മോനെ, നിന്റെ തന്ത ഒന്ന് പറയണോടാ കട അടയ്ക്കണമെന്ന്. ഞങ്ങളെ പോലെയുള്ള ഒരു രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഞങ്ങളെന്താ ചെരക്കാൻ നിൽക്കാന്ന് വിചാരിച്ചോടാ? മയിര് വിലയില്ലേ സാറേ ഇവൻ നമുക്കൊക്കെ തരുന്നേ. അവൻ കട അടക്കാൻ പോയതാ, എനിക്ക് വേണ്ടിയാ അവ കാത്തു നിന്നത്. നീ ആരാണ് ഇവന് വക്കാലത്ത് പറയേ? പോയെ സാധനം മേടിച്ചാ പോടാ. അവന്റെ തൊണ്ടക്കുഴിയിലിടാനല്ല ആ കോപ്പ്, അതെടുത്ത് മൊത്തോട്ട് കയറ്റി വെക്കടോ. നീ എന്ത് പൊളത്തിയടുത്താണ് നോക്കിയിരിക്കുന്നത്? നിന്നോട് പറഞ്ഞാരും ചേടാ, ചെല്ലുപോ. സാറേ, ഞാൻ കട അടയ്ക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. അതിനിങ്ങനെ തെറി പറയാനുള്ള നിയമമൊക്കെ ഉണ്ടോ? ആഹാ, അപ്പൊ അവൻ നിയമം അങ്ങനെ അരച്ച് കയറി കുടിച്ചേച്ച് ഞാനുള്ള കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞു. ഇവനെ പിടിച്ച് വണ്ടി കയറ്റിയ അവിടെ വന്നിട്ട് പറയാം. നീ സ്റ്റേഷൻ വന്നിട്ട് ന്യായം പറ. ഹലോ, ആ ഫോൺ ഇങ്ങോട്ട് മേടിച്ചു വെക്കും. സാറേ, എന്റെ ഫോണൊക്കെ വാങ്ങിച്ചു വെക്കേണ്ട കാര്യം എന്താ സാറുള്ളത്? ഉണ്ടായിരാ അതിങ്ങനെ വന്ന്. ഇതെന്ത് മര്യാദയാണ് സാറേ? എന്താടാ
കിടന്ന് കീറാതറ മറ്റടുത്ത് നിയമം കുറച്ചു. ഇതെന്തോ കേസ്? 3 കന്നസ് കോട പിടിച്ചിട്ടുണ്ട്. മെഡിക്കൽ എടുത്ത് പച്ചയാ. ഇവൻ മാത്രമേ ഉള്ളൂ? 2 പേരുണ്ടായിരുന്നു. ഒരുത്തൻ ഓടിപ്പോയി. മറ്റവനെ പിടിക്കുമായിരിക്കല്ലേ? നോക്കാം. സർ ഞാനെന്നാ ലേറ്റായി പോയല്ലോ. ഈ പ്രായത്തിൽ ഇത്രയും ആത്മാർത്ഥ വേണം. എന്താണ് സർ? വീഡിയോ കോൺഫറൻസ് റെഡി. ചെല്ലു. സാറേ ഫയലും നോക്കൂ. ഇവൻ വല്ല കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നേക്കുവാണ്. എന്താണ് കർഫ്യൂട്ടെ ഇവൻ കട കടിച്ചിട്ടില്ല, എന്നിട്ട് നമ്മളെ നിയമം പഠിപ്പിക്കാം. സാറിടുക ഓ പറഞ്ഞാ പോരെ സാറേ. ഞാനൊരു കട്ടടിക്കാൻ വന്നു. വരുന്നോ? ഞാനും വരാം. എനിക്കൊന്ന് പുകയ്ക്കണം. ഡബിനു എനിക്ക് കൂടെ ഒരു കട്ടൻ എടുത്തോ? ഓ ലൈം 10 ആയിക്കോട്ടെ സാറേ. ഒരു കട്ടൻ എനിക്ക് പോയി നിന്റെ കെട്ടിയോട് പാടാ. പെണ്ണിട്ട് അതുണ്ടല്ലോ സാറേ. ഓ എന്നാ നീ വാറ്റിട്ട് ഞാൻ കുളിച്ചൊരിങ്ങനെ നിക്കാം. അതൊക്കെ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്താടാ അല്ല വിജയൻ സാറേ, ഇവൻ ഒരുമാതിരി ആളെ കളി വരുന്നു. സാറേ ഞാൻ വിളിച്ചോളാം സാറേ. 18-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം സാറേ. എൻ്റെ ഭാര്യ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്തോട്ടെ. ഒരു പറയും നടക്കില്ല. നീ എവിടെ നില്ലടാ. സുധാകരൻ സാറേ. ഞാൻ നിന്നൊന്ന് കാണാതിരിക്കുവായിരുന്നു. എന്തൊരു സാറേ? അടുത്ത ആഴ്ച അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പാണ്. അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശരിയാക്കോളാം. കാര്യം നടക്കണം. നമ്മളൊരു പയ്യനുണ്ടായിരുന്നു. ആര്? കൈലാസൻ. ആ പലചരക്കടക്കാരൻ അറിയാം. സാർ തനി പോലീസുകാരനാവതെ അവൻ ആള് കുഴപ്പക്കാരനൊന്നുമല്ല. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. എടാ എനിക്കൊന്നും അറിയില്ല. SI ഭയങ്കര കലിപ്പില, ഇടി കിട്ടും. സാറ് വന്നു സാറേ. SI ഒന്ന് കാണാം. കോൺഫറൻസ് നടക്കുവാന്ന്. കുറച്ച് സമയം എടുക്കും. നീ ഇവിടെ നിൽക്കി. സാർ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതാണ് തോണ്ട. സാർ അവൻ്റെ കാര്യം ഇടാ, അവനെ ഇടികൊള്ളാന്ന് നോക്കിയാ പോരെ. അവർക്ക് മതി. ഞാനൊന്ന് അകത്ത് കയറട്ടെ, ഒന്ന് കണ്ടിട്ട് വാ. സാറേ ഒന്നുകൊണ്ട് ഇവിടെ. നീ ഇത് എന്ത് പണിയോടാ കാണിച്ചേ? എൻ്റെ സുൽഫി, ഞാൻ എന്ത് തെറ്റെന്നായി പറഞ്ഞു. 10 മിനിറ്റ് കടയടയ്ക്കാൻ വൈകിയതാണ് ഞാൻ ചെയ്തത് ഇത്ര വലിയ കുറ്റം. എടാ നീ ഇങ്ങനെ വികാരം കൊള്ളല്ലേ, ഇവന്മാർ എൻ്റെ പൂട്ടും. എന്ത് മനുഷ്യന്മാരോടാ. നീ സമാധാനിക്ക്. ASയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി നമ്മുടെ ആളാ, പുള്ളി നോക്കുള്ളൂ. നീ പരിക്കാരി. എടാ എൻ്റെ കടയടച്ചിട്ടില്ല, വീട്ടിൽ അവൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. വാപ്പച്ചി ഹോസ്പിറ്റലാണ്. വാപ്പയ്ക്ക് എന്താ പറ്റി? പറയാം. അതില്ലെങ്കിൽ അവിടെ നിന്നേനെ. ഓക്കെ കുഴപ്പമില്ല. നീ പോയിക്കോ. നീ ധൈര്യമായിട്ടിരി. നോക്കോളാം. ശരി എന്നാ പോട്ടെ. P19 ഇവിടെ ഉണ്ട് സാർ. ഉണ്ട് ഇവിടെ ഉണ്ട് സാർ. ഇവിടെ ഉണ്ട് സാർ. സാറേ നൈറ്റിലെ 6 കേസ് സാറേ. അതെ സാറേ. ഇല്ല, ഇറങ്ങുന്നുണ്ട് സാർ, ഇറങ്ങുന്നുണ്ട് സാർ. സാർ ഓ ശരി സാർ. ഓക്കെ. ഹലോ. ലോക്ക്ഡൌൺ സമയത്ത് പുറത്തിറങ്ങുന്ന വണ്ടികൾ പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചോണം. അല്ലാതെ അവന്റെയൊക്കെ അമ്മയുടെ ശവടക്കാണ്, അച്ഛന്റെ കുഴിമാന്തലാണ്, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെയൊക്കെ പേരിൽ മോളിൽ തെറിവിളി അയക്കുന്നത് ഞാനാ. മനുഷ്യനൊന്നും ഉറങ്ങിട്ടു. അതെ, ഒരു 10,000 രൂപ അടച്ചിട്ട് നീ പൊക്കോട്ടാ. സാറേ എന്താ സാറേ?
എന്താ ഭാവാഭിനയം? നിനക്ക് ഈ പോലീസുകാരെ കാണുമ്പോഴത്തേക്കിനുള്ള കാവടിയാട്ടം ഉണ്ടല്ലേ? ആണ്ടോടാ നിനക്ക്? ആണ്ടോടാ ആണ്ടോടാ പയ്യെ ഞാനുണ്ടല്ലോ അടിച്ചിട്ട് ഈ ചുമ്മാ വളഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചോളാം. ഇതുപോലെ ആ റൂൾ തടിക്കെടുത്തേ ഇന്ന് ഞാനും സാർ അത് സുൽഫിക്കാരൻ്റെ ആളാ, നമ്മുടെ ജില്ലാ കൗൺസിൽ. അത് വേണ്ട സാറേ, അത് ശരിയാവില്ല. എടുത്തോളൂ പോടോ. ദാടാ നീ അങ്ങോട്ട് കേറി അങ്ങ് പൂവിടണ്ട കേട്ടാ. അവന്റെ പേരും പറഞ്ഞ് നീ ഇവിടെ കിടന്ന് പൊളയ്ക്കാൻ നിന്ന നിന്റെ ചെവി ഞാൻ എന്ത് ചെയ്യുന്ന സാർ ഈ പറയണേ? വായ അടച്ചെന്നെ സാറേ ഇരിക്കണേ. ഇവിടെ വന്നപ്പോ പോലും വായ അടച്ചെന്നെ ഇരിക്കണേ. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വാ തുറക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ താ സാറേ. കേട്ടോ എന്താണോ എന്താണോ നീ മുറയ്ക്കുന്നത്? അടിക്കണോ എന്നെ? അടിക്കണ ഞാനുണ്ടല്ലോ ഇങ്ങോട്ട് വരാ കാണിച്ചാ. സുധാകരനോടാ ഞാൻ പറയുന്നത്, നാളെ നേരം വെളുക്കുന്നവരെ ഇവന്റെ ഇവിടെ ഉണ്ടാവണം. അങ്ങോട്ട് നോക്കിക്കണ. ഇയാളുടെ ജില്ലാ കൗൺസിലിനോട് പറഞ്ഞേ ഞാനിവനെ തല്ലിയിട്ടില്ലെന്ന്. തീർക്കാൻ നോക്കണേ. സാറേ ആളെ ഞാൻ കൊണ്ടുപോകണം. ഓക്കെ. ഇങ്ങോട്ടാ, കുഴപ്പമില്ല, വാ പോവാ. വാടാ സുൽഫി. ആ ഫോൺ. വൈകിട്ട് തന്നെ നമുക്ക് അഡ്വാൻസ് കൊടുക്കണം. ഞാൻ അളിയിൽ വിളിച്ചു നോക്കി കുറച്ച് പൈസ പാർട്ടി ഓഫീസിലേക്ക് പോട്ടെ. എന്താണ്? ശരി. ഇതാണ് നമ്മുടെ ആള്. ഓക്കെ.
കുറച്ച് വൈകി വരാനല്ലേ പറഞ്ഞു. ഞാനിപ്പോൾ കുറേ വൈകിയടി അല്ലേ? ഇനി പറ, എന്തായിരുന്നു എൻ്റെ പരിപാടി? ഇതറിഞ്ഞ എൻ്റെ സന്തോഷം കൊണ്ടാണോ, ഇനിയുള്ള നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം കൊണ്ടാണോന്നറിയില്ല. ഭയങ്കര വിശപ്പ് പിന്നമ്മേ, എന്തെങ്കിലും തിന്നാൻ തരുമോ? ഹലോ ഹലോ, കടയിൽ ആളുണ്ടോ? ഇവിടെ എങ്ങും ആരുമില്ലേ. ഞാൻ വെറുതെ ഈച്ചയാട്ടി ഇരിക്കുക. ഈ വെറുതെ ഇരിക്കുമ്പോഴേ എന്താ ആലോചിക്ക? എന്താ ആലോചിക്കുക? എന്നാലും അത് പിന്നെ പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്. ഈ പയറും പരിപ്പും അല്ല, അതൊന്നുമില്ലേ തലയിലു. ഭാവിയെ പറ്റി ഒരു ചിന്തയില്ലാത്ത മുതൽ. എന്നാൽ എൻ്റെ സാറേ, ആ PSC പാസ്സായി എന്നെ ഒന്ന് അങ്ങോട്ട് കരകയറ്റ്. എന്നാ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. അതാലോചിച്ചാണോ ഈ ടെൻഷൻ? ഞാൻ ഏറ്റ കാര്യമല്ലേ, നോക്കിക്കോ. പിന്നെ എനിക്കിപ്പോൾ ഒരു മസാല ദോശ വാങ്ങിയിട്ട് വരുമോ? ആന്നേ, ഇപ്പോൾ തന്നെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ വിളിച്ച് പറയൂ. എന്നിട്ടൊരു 7:30 ആകുമ്പോൾ അതും കൊണ്ട് വന്നാൽ മതി. 7:30 വരെ ഞാനിവിടെ എന്തെടുക്കാനാ? അത് മതിന്ന്. എന്നാ ശരി ട്ടോ. എന്നാ പിന്നെ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ വിളിച്ച് ഇപ്പൊ തന്നെ ഒരു മസാല ദോശ ഓർഡർ ചെയ്യാം. ഓക്കെ? പൂട്ടില്ലേ പൂട്ടി. എന്റെ ബാവുക്ക കട പൂട്ടിക്കഴിഞ്ഞിട്ടാണോ വന്നത്? കടലേ സാധനമൊക്കെ വേണമായിരുന്നു. ഞാൻ കട അടച്ചു പോയി. ഇനി നാളെ എടുക്കാം. ഒരു 1/2 കിലോ പഴം കൊടുക്ക്. എന്ത് പറയാ, 1/2 കിലോയായിട്ടൊന്നും തൂക്കാൻ പറ്റില്ല. ദേ ഇതങ്ങ് കൊണ്ടോക്കോ. ബാവുക്ക, നിങ്ങൾ ആ മാസ്ക് ഇട്ടേ. പോലീസുകാർ വന്ന് വെറുതെ മെക്കിട്ട് കയറും. മാസ്ക് ഞാൻ മറന്നുപോയടാ. വൈദ്യുതി വഴിക്കെത്തിയപ്പോഴാണ് മാസ്കിന്റെ കാര്യം. പൈസ ഒക്കെ നാളെ തന്നാ മതി. ഇറങ്ങി സമയം പോയി. സമയം കുറെ ആയല്ലടാ, കൂട്ടനായില്ലേ? പൂട്ടിയട വീണ്ടും പൂട്ടണോ സാറേ? എന്താ സാറേ? സാറേ വണ്ടി എടുക്കണോ? സാറേ കളിക്കല്. സാറേ 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 വെറുതെ സാറേ 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 ഇവളെന്റെ ഭാര്യ എന്നുള്ള കാര്യം നിനക്കറിയില്ലടാ. നീ പോന്നോക്കടാ. എങ്ങോട്ടാ പോണ്ടേ? നീ എന്റെ ഭാര്യ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്താ പ്രശ്നം? ഞങ്ങൾ രണ്ടാളും ഒരേ കേസിലെ പ്രതികളാ.
ഇയാൾക്ക് അവളെ കൊണ്ട് തെളിച്ചാൽ മതി, എന്നെ കൊണ്ട് തെളിയിക്കണ്ട. നീ അനാവശ്യം പറയരുത്. അനാശസ് കാണിക്കാം. വണ്ടി എടുത്ത് എന്താ കാണിക്കണത്? കണ്ണുള്ള കൂടി എന്നെ കൊന്നേനല്ല. നാളെ അറിയാതെ പറ്റിപ്പോയത് ഇടിക്കും. സാറേ ഇതെന്താ കേസ്? ഒരു പെറ്റി അടിച്ചു വിടേണ്ട കേസാ. ഇവൻ സാറിനെ കയറി അങ്ങോട്ട് ചൊറിഞ്ഞു. 170 നീയാണോ? ആയിരിക്കും. എന്തായാലും ഇവനെ സാറിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡാ അവിടെ പോയിരുന്നോ. അവിടെ ഇരിക്കും. സർ ആ പ്രതിയുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? സർ കിട്ടി. എന്നിട്ട് അവിടെ വെച്ചാൽ മതിയോ? ഇന്നാരാ ജി ഡി ആരാ? ഇന്ന് ജി ഡി മുരളി സാറാണ് സർ. മുരളി സാർ ചെല്ല്. ഇന്നാ ഇത് കൂടെ കൊണ്ടു കോടതിക്ക് കൊടുക്കാനുള്ളതല്ലേ? അപ്പോ എന്തുവാടെ സാറേ ചോറ് കിട്ടിയില്ല. വിജയൻ സാറേ നമുക്ക് ചോറ് മേടിക്കണ്ടേ? നമ്മുടെ മുരളി സാർ പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ കൊണ്ടുവരും. തനിക്ക് ചോറ് വേണ്ടേ? ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിച്ചു മേടിക്കണം. അതും കൂടെ അവകാശ, അല്ലെങ്കിൽ മരുകളും മറക്കും. വിജയ് സാറേ ആ ഫാൻ്റെ സ്വിച്ച് ഒന്നിട്ട് സാറേ. കാറ്റോ കിട്ടല്ല, അതിൻ്റെ ഒച്ച കേട്ടാ കൊതുകിങ്ങനെ ഒന്ന് പൊക്കോട്ടെ സാറേ. അങ്ങോട്ട് നടക്കടാ, നിന്നൊന്ന് കൊഞ്ചിക്കട്ടെ. നിന്റെ പൂട്ടിയ കട വീണ്ടും പൂട്ടിക്കാൻ പറ്റുമോ? ക്വാർട്ടേഴ്സിൽ പൊക്കോളൂ, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. സർ അപ്പോൾ സാറേ
മിന്നു അച്ഛാ ഏട്ടന് ഇതുവരെ എത്തിയിട്ടില്ല. ആ അത് പറയാനാ ഞങ്ങളിപ്പോൾ വന്നത്. അവനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയതാ. പേടിക്കാനൊന്നുമില്ല. ഇന്ന് കട അടച്ചപ്പോൾ കുറച്ച് വൈകിപ്പോയി. അത് ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. ഒരു കുഴപ്പമില്ല. രാവിലെ ആകുമ്പോൾ അവനിങ്ങ് വന്നോളും. ഞാൻ സുൽഫിക്കാന്ന് വിളിക്കട്ടെ. കൊച്ചിന് രാത്രി ആരും വിളിക്കാൻ പോണ്ട. അതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ല മോളെ. ഞാൻ ആ കോൺസ്റ്റബിൾ മുരളിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബാക്കിയവ നോക്കിക്കോളൂ. നീ ആ ചോറെടുത്ത് വെച്ചേ. മോള് വാ. P8 answering. മൊബൈൽ ടു ഫീൽഡിലുണ്ട്. റോജർ. വീട്ടിന്നാ ഇന്നവളെന്നെ കോർണറിലാക്കുന്ന ഉറപ്പാ. മുരളി സാറൊന്നും എനിക്കും വെട്ടിയ പോയായിരുന്നു. രാജു സാറൊന്നും പോലുണ്ടാവില്ല. ഞാനിറങ്ങാണ്. ഇവിടെ ആരെങ്കിലും വന്നാലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ എല്ലാം മേടിച്ചിട്ടുണ്ട്. കട്ടി സാറ്. സാറേ ഞാൻ കൊടുത്തിട്ടെങ്കിൽ പോയിക്കോട്ടെ. വിട്ടോടെ. എടാ നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ. ഏതാ പലചരക്കടക്കാരനോ? ഇനി അറിയാതെ പോലും കരയല്ലേ? നമ്മൾ കരഞ്ഞ ഒരാളൂടെ വിഷമിക്കും. ഹലോ, പറയൂ. എന്നെ ആദ്യം കണ്ടത് എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടോ? നിന്നെ ആദ്യം കണ്ടത് പറ. ചെറുതുരുത്തി കടപ്പുറത്ത് ചാകര കയറിയ അന്ന് ഏട്ടൻ മീൻകോരിയെ തൊട്ടി കൊടുത്തത് അപ്പൻ്റെ കയ്യിലേക്കാ. അപ്പനത് എൻ്റെ കയ്യിലേക്കും. അന്നല്ലേ?
ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റപ്പോളേ നിന്ന് കൂവിയ ഒരു 5ാം ക്ലാസ്സുകാരി പെണ്ണിനെ എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ആ പെണ്ണിനെ ഞാനിപ്പോൾ കെട്ടിയേക്കണം. അറിയോ? പിന്നെ നമ്മൾ എവിടെ വെച്ചാ കണ്ടേ? കല്യാണ നിശ്ചയത്തിൻ്റെ അന്നല്ലേ? അല്ലല്ലോ മോളെ, തലേന്ന് പുലരി പോയില്ലേ ചുവന്ന സാരി എടുക്കാൻ? എന്നിട്ട് കടക്കാരൻ നിനക്ക് പച്ചസാരി ഒന്നും വിട്ടില്ലേ? കുറച്ച് പുറകിലായിട്ട് ആ കടക്കാരനെയും കച്ച കെട്ടി ഈ കൈലാസ് ചന്ദ്രൻ നിപ്പുണ്ടായിരുന്നു. ഇതെന്തിനപ്പ പറഞ്ഞേ? അടുത്ത കൊല്ലം മതിയായിരുന്നില്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ പൊട്ടിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടടി. പിടിച്ച് നിൽക്കണ്ടേ? ഒരു മരുന്നൊക്കെ വേണ്ടേ? എന്നാ ശരി, വീട്ടിലോട്ട് വാ. ഞാൻ ഒരെണ്ണം പൊട്ടിക്കാൻ പോവാ. പിടിച്ച് നിൽക്കാൻ പറ്റുമോ നോക്ക്. എന്താ? എന്താടി? ആ അളിയ കിട്ടിയോ? എത്ര? എടാ എടാ കയറ്റി വെക്കല്ലടാ. എന്റെ അമ്മായച്ചനെ നിനക്ക് അറിയാവുന്നല്ലേ? ഒരു രക്ഷയില്ലേ? ആ ശരി ശരി, ഞാൻ ഇറങ്ങാം. ആ ഞാൻ ഇറങ്ങിട്ട് വിളിക്കാം. എത്താറാകുമ്പോൾ വിളിക്കാം. ആ ശരി. ഒരു പൈൻറ്റിന് 1000 രൂപ. എൻ്റെ കൊറോണയെ എന്തെങ്കിലോട്ടെ. ആ ബാവുക ആ ബുക്കിലൊന്നും എഴുതിക്കോ. ആ SIക്ക് അന്യായം എടിയാ. കുറച്ചു നേരം മുമ്പൊന്ന് ഭയങ്കര വെള്ളം ഉണ്ടാക്കിട്ട് പോയതാ. എന്തിനാണ് ഇതിലെഴുതിയേക്ക് നമ്പറൊക്കെ നീ നോക്കിയിട്ടുണ്ട? എന്തേലും വേറെ ആരെങ്കിലും നമ്പർ ആയിരിക്കും. എഴുതിയേക്ക്, വെറുതെ വെറുപ്പിക്കണ്ട. എന്തൊക്കെയാ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഞാൻ പോയ വഴി ചുമ്മാ ഒന്ന് കേറിയല്ലേ. അത് ശരി, നീ വേഗം കടടച്ചേട്ടാ, അവര് വന്ന പ്രശ്നവും. നല്ല മോന, അടയ്ക്കാൻ പോയ എന്നെ വെറുതെ. കൈലാസാ, എനിക്ക് കുറച്ച് പൈസ തന്നടാ. മോൾക്ക് തീരെ വയ്യ, ആശുപത്രി കൊണ്ടുപോകാനാ. എന്താ പറ്റിയ? ചെവിവേദന. മോളെ പേടിക്കണ്ടാട്ടാ. എത്ര രൂപ വേണ്ടേ? എത്രയും കുഴപ്പമില്ല, ഉള്ളതാ. എന്റെ ചെയ്യാനാടാ. 1000 രൂപ മതിയോ? തരാട്ടാ. ആ പോയിട്ട് വാ. ആ പറയ്. എടാ ഞാൻ വരാടാ. ദേ ഞാൻ ഇറങ്ങി. ഇറങ്ങി ഞാൻ ദേ വരുക. ആ പറയ്. ഞാൻ ദേ കടയിൽ നിന്ന് ഇറങ്ങുക. ആ ഞാൻ നോക്കാം. നോക്കാന്നേ. ശരി. ആ എടാ തുറക്കാം. എടാ ആരാണ്? എടാ തുറക്കട്ടെ, കളിക്കില്ലേ? ഞാൻ പോലീസിനെ വിളിക്കും.
നായിന്റെ പോലെ നിന്നോട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞതാ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കട അടയ്ക്കണം. സാറേ ഞാൻ 7 മണിക്ക് കട അടച്ചാ സാറേ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി പൈസ ചോദിച്ചപ്പോൾ ആ പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി കട തുറന്നാ സാറേ. നീ ഇനി കൂടുതൽ ഉണ്ടാക്കണ്ട, അങ്ങോട്ട് വണ്ടി കയറി. എന്നോട് സാറെന്താ പറഞ്ഞു? സാറേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. സാറേ എന്തിനാ സാറേ? സാറേ സാറേ ഞാനൊന്ന് പറയട്ടെ സാറേ. സാറേ സത്യമായിട്ട് സാറേ. സാറേ ഞാൻ കട അടച്ചത് സാറേ. സാറേ 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 വീട്ടിൽ ഭാര്യ നോക്കി സാറേ. സാറേ പാലക്കാട് സ്റ്റൈലിൽ ഉണ്ടാക്കണം, നമ്മുടെ നാട്ടിലുള്ള സ്റ്റൈലാണ്. ഹലോ, നിങ്ങൾ ഇറങ്ങിയില്ലേ? എങ്ങനെ ഇറങ്ങാൻ? എന്റെ അമ്മയുടെ മേക്കപ്പ് എഴുതണ്ടേ? മോളെ അച്ഛൻ എന്തെങ്കിലും മേടിക്കണോ? എന്റെ അച്ഛാ, നിങ്ങളായിട്ടൊന്നും വാങ്ങണ്ട, നിങ്ങൾക്കുള്ളതും കൂടെ ചേട്ടാ. അതെനിക്കറിയാം. ശരി എന്നാ, ഞാനേ കുറച്ച് പണിയില്ല. ആ ശരി മോളെ, ശരി ശരി ശരി. ഓക്കെ. സാറേ എന്റെ ഫോണും തരാമോ? എടോ തൻ്റെ മൊബൈൽ സാറ് പറഞ്ഞിട്ട് മേടിച്ചു വെച്ചല്ലേ, അങ്ങനെ പറയാൻ തരാൻ പറ്റുള്ളൂ. അതെ, ഇമാതിരി കേസിനൊന്നും വെറുതെ പാർട്ടിക്കാരെ വിളിക്കാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? സാറേ അച്ഛനെ വിളിക്കാനാണ്. ആ മോനാണല്ലോ. ഹലോ അച്ഛന്ന് വേഗം വരാമോ? എനിക്ക് പേടിയാണോ അച്ഛാ? ഫോണിങ് മേടിച്ചു. പ്രശ്നക്കണ്ട. എന്നാ നിങ്ങൾ പോയിട്ട് വാ. അച്ഛൻ എങ്ങോട്ടാ? ഇപ്പൊ വരാം. എങ്ങോട്ടാന്ന് പറ. ഒന്നുമില്ല മോളെ, അവൻ കടയെടുക്കാൻ ഇച്ചിരി വൈകിപ്പോയി, അതുകൊണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞേക്കുവാ. എന്താ സുൽഫിക്കാനും കൂടെ വിളിച്ചിട്ട് പോ. ആ ഞാൻ വിളിച്ചോളാം. ന്യായം പറടാ. എടാ ഇങ്ങോട്ട് വാടാ, ന്യായം പറ. എന്നോട് ന്യായം പറടാ. ന്യായം പറയടാ. എന്താ കാണിക്കുന്നേ? എന്താ മോനെ? അച്ഛൻ ഞാൻ കടയടയ്ക്കാം. ചോദിക്കാതിരുത്, ഇറങ്ങിപ്പോയെ. എന്റെ മോനെ സാറേ, എന്റെ മോനെ സാറേ. എന്നെ വിട് സാറേ, എന്നെ വിട്. അവനൊന്നും ചെയ്യില്ല സാറേ, അവനൊരു പാവാ സാറേ. സാറേ അവനൊരു പാവാ സാറേ. സാറേ ചെയ്യില്ല സാറേ, അവനൊരു പാവാ സാറേ. അവനൊരു പാവാ.
ചേട്ടാ വിളിച്ചാരേലും വരാൻ പറ. ഹലോ ഹലോ സുൽഫി, നീ ഒന്നും കൊണ്ട് വാടാ. അവന് പോലീസുകാർ കൊല്ലും. ഞാൻ സാറിനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ സാറിന്റെ അച്ഛനെ തല്ലിയത്. എന്നാ ഞാൻ അയാളെ അടിച്ചു വന്ന് കെട്ടി തൂക്കണം. എന്നാ ഞാൻ നിന്നെ കൊത്തിയാലോ. കൊല്ലണോ നീ? എന്നെ ഞാൻ അവനൊരു പാവാന്ന് പറഞ്ഞില്ലേ? നിർത്തിക്കൊള്ള നീ. ഇനി അവന്റെ കരച്ചൽ പുറത്ത് കേട്ടാ. നീ ഇങ്ങോട്ട് വരാ. എന്ത് പറ്റി സാറേ? സാറേ എന്തായി കാണിച്ചേ? തോമസേ ആശുപത്രി കൊണ്ടു. എന്റെ മോനെ കൊല്ലും. എന്താ പറ്റിയ? എന്റെ മോനെ തല്ലിച്ചാ. ഞാൻ നോക്കാം. എന്താ പറ്റിയത്? ഞാൻ വണ്ടി എടുക്കാം. പിടിക്കടാ സുൽഫി. ശരിക്കും പിടിക്കടാ. സീതേട്ടാ ഒന്നുമില്ല സീതേട്ടാ, ഒരു കുഴപ്പമില്ല സീതേട്ടാ. പെട്ടെന്ന് വണ്ടി എടുക്കടാ. ഒരാളെ കയറി സാറേ, ഒരാളെ കയറി സാറേ. കൊണ്ടുപോകാൻ നോക്കടാ. മയില് കണ്ണടക്കാൻ സമ്മതിക്കില്ല അവന്.
കൈലാസിന്റെ പോലീസ് കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അമേരിക്കയിൽ നടന്ന ജോർജ് ഫ്ലോയ്ഡിന്റെ മരണത്തോടാണ് ഈ സംഭവത്തെ പലരും ഉപമിക്കുന്നത്. ഹലോ, ആടോ ഞാൻ ആ ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നു. കൃത്യം 7 മണിക്ക് എന്നെ കടർച്ചെങ്കിൽ ഈ പ്രശ്നം വല്ല ഉണ്ടാവുമായിരുന്നോ? ഇതാ കട നടത്തുന്ന പയ്യനല്ലേ? അന്നേ എവിടെ നോക്കിയാലും ഇത് തന്നെ ന്യൂസ്. അല്ല 10,500 കൊടുത്ത് അവസാനിപ്പിക്കേണ്ട കേസാ. അതെ അതെ. കൈലാസ് കസ്റ്റഡി മരണം അന്വേഷണം CBIക്ക് കൈമാറുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോലീസിന്റെ ആളുകളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചുവെന്ന് ഹൈക്കോടതി. ഞാൻ അന്നേ പറഞ്ഞതാ, അന്ന് ഒരു മെമ്പർഷിപ്പ് വേണ്ടത്. ഇങ്ങനെ ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തി. കൈലാസ് കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ തീരുമാനം. പ്രതികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പോലീസുകാരോട് നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. കസ്റ്റഡി മരണക്കേസിൽ പോലീസ് മനസ്സിലായ പരിശോധന ആരംഭിച്ചു. കൈലാസ് കസ്റ്റഡി മരണം പുതിയ വഴിത്തിരിവ്. പ്രകൃതിവിരുദ്ധ പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സൂചനയുണ്ട്. ഒന്നാം പ്രതി ED തോമസിനെ വൈദ്യപരിശോധനയ്ക്കായി ഹാജരാക്കി. നിങ്ങൾ എന്ത് കേസിലാണ് അറസ്റ്റ് ചെയ്തത്? അതങ്ങനെ കേസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഈ ചെറിയ പാർട്ടൊക്കെ നടത്തുന്ന ആളാണേ. അല്ലറ ചില്ലറ മോഷണമുണ്ട്. പിന്നെ ഇവിടുത്തെ എക്സൈസുകാർക്കും പോലീസുകാർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. സംഭവം പുറത്തു പറയാണ്ടിരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ഭീഷണി ഉണ്ടായിരുന്നു? അങ്ങനെ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. സജി, സംഭവിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാമോ? അതിപ്പോ ഞാൻ ഈ പോലീസുകാർ വീട്ടിൽ കുറേ കണ്ടിട്ടുണ്ട്, കുറേ കൊണ്ടിട്ടുമുണ്ട്. പിന്നെ ഇന്നലെ SI ചെയ്ത് അതും മനുഷ്യജന്മത്തിൽ ചേർന്ന പിറന്ന മനുഷ്യന്മാരെയാണ് പണിയല്ലത്. അമ്മാതിരി ചെയ്തല്ലേ ഇത്. പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു എന്നാണോ താങ്കൾ പറയുന്നത്? എൻ്റെ ചേട്ടൻ്റെ ബോഡിയാ കൊണ്ടുപോയത്. സാധാരണക്കാരനായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരുന്നില്ല, ഒരു മതസംഘടനയിലും മെമ്പർ അല്ലായിരുന്നു. ഇനി അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതിലെ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ദിവസം ആവറേജ് 5 കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നുണ്ട്. വിച്ച് മീൻസ് 365 × 5 1825. ഒന്ന് കൈയടിച്ചാലോ? എന്തിനാ ബ്രോ പാവങ്ങളെ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിനല്ലേ കോടതി. ഞങ്ങളുടെയൊക്കെ ചങ്കായിരുന്നു കൈലി, ഭയങ്കര സ്വപ്നങ്ങളുണ്ടായ ആളാ. പിന്നെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുവോ? ഞാൻ വരാൻ പോവല്ലേ. പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് കൊച്ചങ്ങ് വലുതാവും. നല്ലൊരു സ്കൂളിൽ ചേർക്കണം. പിള്ളേപ്പോഴേക്ക് സ്കൂളിലെത്തിയോ? അതിനു മുമ്പ് നിന്റെ ജോലിയുടെ കാര്യമൊക്കെ ശരിയാണ്. എന്നിട്ട് വേണം നിന്നെ പണിക്ക് വിട്ടിട്ട് കടയും പൂട്ടി കൊച്ചിനെയും കളിപ്പിച്ച് വീട്ടിലിരിക്കാൻ. അതിനല്ലേ ഞാൻ പേശിക്ക് പഠിക്കണേ. എന്താ കിട്ടൂലേ? പിന്നെ കിട്ടൂലേ?